ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു കുറുമ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രുചിയുള്ള ഈ വെജ് കുറുമ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വന്നപ്പോൾ 3 ഏലയ്ക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട എന്നിവ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇതെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. നമ്മളിവിടെ മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള വഴറ്റി കളർ ഒന്നും മാറേണ്ട ആവശ്യമില്ല. സവാള നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വരണം. അതുവരെ ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ സോഫ്റ്റായി വരണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരണം. അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇവിടെ ഇപ്പോൾ സവാള നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. നമ്മളിവിടെ 1 ക്യാരറ്റാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ബീൻസ് 8-10 ബീൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണങ്ങിയ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്തിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കേണ്ടത്. കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക്, നമ്മളിവിടെ 3 പച്ചമുളകാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം 2 മിനിറ്റ് നേരം നമ്മളിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. കുറുമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത ഏലയ്ക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട നമ്മുടെ കയ്യിലില്ല എങ്കിൽ ഈ ഒരു ടൈമിൽ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താൽ മതിയാകും. പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരുന്നത് വരെ ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം. ഇവിടെ ഇപ്പോൾ പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ പച്ചക്കറികളെല്ലാം വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ വെജിറ്റബിൾസ് എല്ലാം ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് 8 തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ തന്നെ കുക്കായിട്ട് കിട്ടും. ഇതിവിടെ വെന്ത് വരട്ടെ. നമുക്ക് കുറുമയിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് 1 കപ്പ് ചിരകിയ നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് 8 തുടങ്ങി 10 എണ്ണം വരെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകമാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറുമയ്ക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോൾ വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ആ ഒരു പാകത്തിന് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് വേണ്ട കൺസിസ്റ്റൻസിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറുമ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അരപ്പ് ചേർത്തതിന് ശേഷം നമ്മളിത് കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും. ഫൈനലി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വെജിറ്റബിൾ കുറുമ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഈ വെജ് കുറുമ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും.
ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്